മെഗസ്തനീസ് കേരളത്തെക്കുറിച്ച് പരാമർശിച്ച ഇങ്ങനെയൊരു നാടുണ്ടെന്ന് ലോകത്തിന് ആദ്യ സൂചന നൽകിയ സഞ്ചാരി. BC 302 ചന്ദ്രഗുപ്ത മൗര്യൻ്റെ കാലത്ത് കേരളം സന്ദർശിച്ച ഇദ്ദേഹം ഏതാണ്ട് 9 വർഷം ഇന്ത്യയിലുണ്ടായിരുന്നു. മെഗസ്തനീസ് കണ്ട ഇന്ത്യയുടെ വിവരങ്ങൾ ഇന്ത്യക്ക എന്ന വിഖ്യാത ഗ്രന്ഥത്തിലൂടെ ലോകം അറിഞ്ഞു. കേരളത്തെ ചെർമേ എന്നാണ് അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. തീപ്പൊണി എന്ന തുറമുഖത്തെ പറ്റിയുള്ള പരാമർശം ഇപ്പോഴത്തെ തൃപ്പൂണിത്തുറയെപ്പറ്റിയുള്ളതാണെന്ന് കരുതുന്നു. മാർക്കോ പോളോ AD 1254 വെനീസിൽ ജനിച്ച മാർക്കോ പോളോ ഒരു പ്രഭു കുടുംബത്തിലെ അംഗമാണ്. AD 1271 മുതൽ അദ്ദേഹം പലയിടത്തും സഞ്ചരിച്ചു. ചൈനയും ശ്രീലങ്കയും സന്ദർശിച്ച ശേഷം ദക്ഷിണേന്ത്യയിലെ ചോളമണ്ഡലം വഴിയാണ് ഇന്ത്യയിലേക്ക് പ്രവേശിച്ചത്. കന്യാകുമാരിയെ കൊമരി എന്നും ഏഴിമലയെ എലി എന്നും മലബാറിനെ മലിബാർ എന്നും കൊല്ലത്തെ കൗലം എന്നും രേഖപ്പെടുത്തിയിരിക്കുന്നു. നിക്കോളോ കോണ്ടി ഇറ്റലിയിലെ വെനീസിൽ ജനിച്ച നിക്കോളോ കോണ്ടി 1419 ലോക പര്യടനം ആരംഭിക്കുന്നത്. ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്ത് കപ്പലിറങ്ങിയ അദ്ദേഹം അവിടെ നിന്ന് ഏഴിമല, കന്യാകുമാരി, വിജയനഗരം, മൈലാപ്പൂർ തുടങ്ങിയ പ്രദേശങ്ങളിലെത്തി. തുടർന്ന് ശ്രീലങ്ക, ജാവ, സുമാത്ര എന്നിവിടങ്ങൾ സന്ദർശിച്ചു. അവിടെ നിന്ന് സ്വദേശത്തേക്ക് മടങ്ങവേ കൊല്ലം, കൊച്ചി, കൊടുങ്ങല്ലൂർ, കോഴിക്കോട് എന്നിവിടങ്ങളിൽ സന്ദർശിച്ചു. കേരളത്തിലെ നീതി പരിപാലന വ്യവസ്ഥ, കൃഷി, ബഹുഭർതൃത്വം എന്നിവയെപ്പറ്റി പരാമർശിച്ചിട്ടുണ്ട്. കൊടുങ്ങല്ലൂരിൻ്റെ പ്രസക്തി നഷ്ടപ്പെട്ടതും കൊച്ചി പ്രസക്തമായതും വിവരിച്ചു കാണുന്നു. അൽബറൂനി കേരളം സന്ദർശിച്ച ഏറ്റവും പാണ്ഡിത്യമുള്ള സഞ്ചാരികളിലൊരാൾ അബൂറൈഖ്ഷാൻ മുഹമ്മദ് ഇസ്രു അഹമ്മദ് അൽബറൂനി എന്നാണ് യഥാർത്ഥ പേര്. സാഹിത്യം, ജ്യോതിശാസ്ത്രം, ഗണിതം തുടങ്ങിയ വിഷയങ്ങളിൽ അഗാധ പാണ്ഡിത്യം ഉള്ള വ്യക്തിയായിരുന്നു. ഏതാണ്ട് 4 പതിറ്റാണ്ട് അദ്ദേഹം ഇന്ത്യയിലുണ്ടായിരുന്നു. ഇതിനിടെ 1.5 വർഷം കേരളത്തിൽ താമസിച്ചു. ദക്ഷിണേന്ത്യയിലെ ക്ഷേത്രശില്പങ്ങൾ, ചുവർച്ചിത്രങ്ങൾ എന്നിവയെപ്പറ്റിയും മലബാറിലെ ജീവിതവും വ്യാപാരവും അദ്ദേഹം വിവരിച്ചിട്ടുണ്ട്. ഇബ്നു ബത്തൂത്ത 3 പതിറ്റാണ്ടുകൊണ്ട് ലോകം മുഴുവൻ ചുറ്റിയ യാത്രക്കാരനാണ് അബു അബ്ദുള്ള മുഹമ്മദ് അബ്ദുള്ള എന്ന ഇബ്നു ബത്തൂത്ത. 1304 മൊറോക്കയിലെ ട്രാൻജിയറിലാണ് ജനനം. 22-ാം വയസ്സിൽ ലോകം ചുറ്റാനിറങ്ങി. കോൺസ്റ്റാന്റിനോപ്പിൾ, അലക്സാണ്ട്രിയ, പലസ്തീൻ, സിറിയ തുടങ്ങിയ പ്രദേശങ്ങൾ സന്ദർശിച്ച് ആദ്യഘട്ട യാത്ര അവസാനിപ്പിച്ചു. പിന്നീട് ഇറാഖ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ സന്ദർശിച്ചു. ശേഷം ഇന്ത്യ, ചൈന, ശ്രീലങ്ക എന്നിവിടങ്ങളിൽ യാത്ര ചെയ്തു. അഫ്ഗാനിസ്ഥാനിലെ കാബൂൾ വഴിയാണ് ഇന്ത്യയിൽ എത്തിയത്. കേരളത്തിൽ മലബാർ, ഏഴിമല, ധർമ്മടം, കൊല്ലം എന്നിവിടങ്ങൾ സന്ദർശിച്ചു.